ബിസ്മില്ലാ അൽഹംദുലില്ലാ അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. റബ്ബി ഇശ്റഹ് ലി സ്വദരി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. റബ്ബി സിദ്നാ ഇൽമൻ നാഫിഅ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് വിശുദ്ധ ഖുർആനിലെ 107-ാമത്തെ സൂറയായ സൂറത്തുൽ മാഊൻ ആണ്. സൂറത്തുൽ മാഊൻ ഈ സൂറയിൽ 7 വചനങ്ങളാണുള്ളത്. മക്കയിൽ അവതരിച്ച സൂറയാണിത്. അപ്പോൾ ഇതിൽ മതനിഷേധികളുടെയും കപടവിശ്വാസികളുടെയും ചില ലക്ഷണങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് വിവരിച്ചു തരികയാണ്. അപ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത്, നമ്മൾ ആ ഒരു ഗ്രൂപ്പിൽ പെടാതിരിക്കാനാണ് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. ഇൻഷാ അല്ലാഹ് നമുക്കതൊന്ന് പാരായണം ചെയ്യുന്നത് കേൾക്കാം. ഇൻഷാ അല്ലാഹ്. സൂറത്തുൽ മാഊൻ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അറഅയ്തല്ലദീ യുകദ്ദിബു ബിദ്ദീൻ. ഫദാലികല്ലദീ യദുഉൽ യതീം വലാ യഹുദ്ദു അലാ തആമിൽ മിസ്കീൻ. ഫവൈലുൽ ലിൽമുസല്ലീൻ അല്ലദീന ഹും അൻ സ്വലാത്തിഹിം സാഹൂൻ അല്ലദീന ഹും യുറാഊൻ വയംനഊനൽ മാഊൻ. അൽഹംദുലില്ലാ. ഇനി നമുക്ക് അതിൻ്റെ മീനിങ് നോക്കാം ഇൻഷാ അല്ലാഹ്. അപ്പോൾ അതിൽ ഫസ്റ്റായ അറഅയ്ത അല്ലേ, ഇവിടെ അറഅയ്ത. അപ്പോൾ ഇതിൽ ഹംസ അല്ലേ, ഫസ്റ്റ് ഹംസ, അത് ചോദ്യം ചോദിക്കാനുള്ള ഹംസയാണ്. ഓക്കെ, ഹർഫുൽ ഇസ്തിഫാം അല്ലെങ്കിൽ ചോദ്യം ചോദിക്കാനുള്ള ഹർഫ് അല്ലെങ്കിൽ ചോദ്യം ചോദിക്കാൻ ഉപയോഗിക്കുന്ന ഹംസ. ആണോ ഉണ്ടോ എന്നുള്ളത് ചോദിക്കാൻ വേണ്ടിയാണ്. ഓക്കെ. പിന്നുള്ളത് റഅയ്ത, ഇത് രണ്ടെണ്ണമാണ്. റഅയ്ത റഅയ് എന്ന് പറഞ്ഞാൽ കണ്ടുവോ. റഅ റഅ എന്ന് പറഞ്ഞാൽ കണ്ടു എന്നർത്ഥം. കണ്ടു, റഅ കണ്ടു. ഓക്കെ. റഅയ്ത അത് ത എന്ന് പറഞ്ഞാൽ അൻത എന്നർത്ഥം. അൻത നീ. അപ്പം റഅയ് അൻത കൂടെ കൂടുന്ന സമയത്ത് ഇതിൻ്റെ കൂടെ റഅയ് ആവും. റഅയ്ത. അപ്പോൾ റഅ പ്ലസ് അൻത എന്നുള്ളത് റഅയ്ത. റഅയ്ത റഅയ്ത എന്ന് പറഞ്ഞാൽ നീ കണ്ടുവോ, നീ കണ്ടു എന്നുള്ളതാണ്. റഅയ്ത നീ കണ്ടു. അതിൻ്റെ കൂടെ ഹംസയും കൂടി കൂടുന്ന സമയത്താണ് ചോദ്യ രൂപത്തിലേക്ക് വരുന്നത്. അറഅയ്ത നീ കണ്ടുവോ. അറഅയ്ത ആരെ കണ്ടുവോ. അല്ലദീ യാതൊരുവൻ. അല്ലദീ എന്ന് പറഞ്ഞാൽ യാതൊരുവൻ. യുകദ്ദിബു ഈ ആളുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ യുകദ്ദിബു. കദ്ദബ എന്ന് പറഞ്ഞാൽ കളവാക്കി. കദ്ദബ എന്ന് പറഞ്ഞാൽ കളവാക്കി എന്നർത്ഥം. അതിൻ്റെ മുളാരി ഫോമാണ്, അല്ലെങ്കിൽ പാസ്റ്റ് ടെൻസാണ് കദ്ദബ. അതിൻ്റെ പ്രസൻറ്റ് ഓർ ഫ്യൂച്ചർ ടെൻസാണ് എന്ത്, യുകദ്ദിബു. യുകദ്ദിബു എന്ന് പറഞ്ഞാൽ കളവാക്കുന്നു അല്ലെങ്കിൽ കളവാക്കും എന്നാണ് അർത്ഥം. അപ്പോൾ ഇത് രണ്ടും കൂടെ വരുന്ന സമയത്ത് അല്ലദീ യുകദ്ദിബു എന്ന് പറഞ്ഞാൽ കളവാക്കുന്നവനെ അല്ലെങ്കിൽ വ്യാജമാക്കുന്നവനെ. എന്തിനെയാണ് വ്യാജമാക്കുന്നത്. ബിദ്ദീൻ. ബിദ്ദീൻ എന്ന് പറഞ്ഞാൽ ദീൻ എന്ന് പറഞ്ഞാൽ മതം അല്ലെങ്കിൽ പ്രതിഫല നടപടി എന്ന് പറയാം. മതം അല്ലെങ്കിൽ പ്രതിഫല നടപടി, അതാണ് ദീൻ. ബിദ്ദീൻ എന്ന് പറഞ്ഞാൽ ഇതിനെ, ദീനിനെ അല്ലെങ്കിൽ പ്രതിഫല നടപടിയെ അല്ലെങ്കിൽ മതത്തെ. അപ്പോൾ മൊത്തം പറയുമ്പം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുകയാണ്, അറഅയ്തല്ലദീ യുകദ്ദിബു ബിദ്ദീൻ. അറഅയ്തല്ലദീ
യുക്കദ്ദിബു ബിദ്ദീൻ. പ്രതിഫലം ദിവസത്തിന് അല്ലെങ്കിൽ മതത്തെ വ്യാജമാക്കുന്നവനെ അല്ലെങ്കിൽ കളവാക്കുന്നവനെ അല്ലെങ്കിൽ നിഷേധിക്കുന്നവനെ നീ കണ്ടുവോ? മതത്തെ നിഷേധിക്കുന്നവനെ നീ കണ്ടുവോ? അല്ലെങ്കിൽ പ്രതിഫല ദിനത്തിനെ നിഷേധിക്കുന്നതിനെ അല്ലെങ്കിൽ വ്യാജമാക്കുന്നവനെ നീ കണ്ടുവോ? അതാണ് ഒന്നാമത്തെ ആയ. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല എന്ത് പറയുന്നു? അതിൽ എന്തൊക്കെയാണ് കാര്യങ്ങളെന്ന് പറയുന്നു. ഫദാലിക, ഫ അപ്പോൾ എന്ന് നമ്മൾ നേരത്തെ പഠിച്ചാലേ ഫ. അപ്പം കഴിഞ്ഞ ആയിട്ട് ഇതിനെ കണക്ട് ചെയ്യാനുള്ളതാണ് ഫ. ഫദാലിക, ദാലിക എന്ന് പറഞ്ഞാൽ അത് എന്നർത്ഥം. ഫദാലിക അല്ലദി, അല്ലദി എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ അതില്ലേ ഒരുവൻ, അല്ലദി. അപ്പോൾ മൂന്നും കൂടി വരുമ്പോൾ എന്ന സമയത്ത് ഫദാലിക അല്ലദി, യാതൊരുവൻ എത്രേ അത്, യാതൊരുവനാണത്. അവനാണ്. അവൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ യദുഉ, യദുഉ, യദുഉ എന്ന് പറഞ്ഞാൽ തള്ളി, ദഅ യദുഉ, ദഅ എന്ന് പറഞ്ഞാൽ തള്ളിവിട്ടു, യദുഉ തള്ളിവിടും അല്ലെങ്കിൽ തള്ളിവിടുന്നു. ഓക്കെ, പിടിച്ചു തള്ളുന്നു, തുരത്തി വിടുന്നു, ഇതൊക്കെ ഇതിനർത്ഥമുണ്ട്. യദുഉ, യദുഉ. പ്രസൻറ്റ് ഓർ ഫ്യൂച്ചർ ടെൻസ് ആണിത്. യദുഉ. ഓക്കെ, തള്ളി വിട്ടുകൊണ്ടിരിക്കുന്നു അല്ലെങ്കിൽ തള്ളിവിടും. യദുഉ ആരെ? അൽ യതീം, അൽ യതീമ, അൽ യതീം അനാഥക്കുട്ടിയെ, അനാഥക്കുട്ടിയെ അല്ലെങ്കിൽ അനാഥയെ തള്ളിവിടുന്നു അല്ലെങ്കിൽ അനാഥയെ തള്ളിക്കളയുന്നു, അനാഥയെ തള്ളിക്കളയുന്നവൻ. ഒന്നാമത്തേതിൽ പറഞ്ഞത് മതത്തെ അല്ലെങ്കിൽ പ്രതിഫല നടപടിയെ വ്യാജമാക്കുന്നതിൻ്റെ ഒരു ലക്ഷണമാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, അടുത്തത് വല, വ എന്ന് പറഞ്ഞാൽ ആൻഡ്. നേരത്തെ പറഞ്ഞില്ലേ, നേരത്തെ പറഞ്ഞ ആയയിലേക്ക് കണക്ട് ചെയ്യുന്നു. രണ്ടാമത്തേതായിട്ട് പറയുന്നതാണ് വല. യഹു എന്ന് പറഞ്ഞാൽ പ്രോത്സാഹനം നൽകുന്നു എന്നർത്ഥം, നൽകും. ലാ യഹുദ്ദു എന്ന് പറഞ്ഞാൽ അതിനെ നിഷേധിക്കാൻ വേണ്ടിയിട്ടുള്ളതല്ല, പ്രോത്സാഹനം നൽകുന്നില്ല അല്ലെങ്കിൽ നൽകൂല. വല അതിൻ്റെ കൂടെ വാവും കൂടി വരുമ്പോൾ ആൻഡ് എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ കാര്യത്തിൽ ഇതും കൂടെ ആഡ് ചെയ്യുക. അപ്പോൾ വലാ യഹുദ്ദു എന്ന് പറഞ്ഞാൽ അവൻ പ്രോത്സാഹനം നൽകുകയുമില്ല. വലാ യഹുദ്ദു എന്തിലാണ് പ്രോത്സാഹനം നൽകാതിരിക്കുന്നത്? അലാ ത്വആം, അലാ ത്വആം, അല എന്ന് പറഞ്ഞാൽ മേൽ അല്ലെങ്കിൽ അതിനെപ്പറ്റി. അലാ ത്വആമിൽ മിസ്കീൻ, അലാ ത്വആമിൽ മിസ്കീൻ. ത്വആമിൽ മിസ്കീൻ എന്ന് പറഞ്ഞാൽ സാധുവിൻ്റെ ഭക്ഷണം അല്ലെങ്കിൽ പാവപ്പെട്ടവൻ്റെ ഭക്ഷണം, പാവപ്പെട്ടവൻ്റെ ഭക്ഷണം. അലാ ത്വആമിൽ മിസ്കീൻ എന്ന് പറഞ്ഞാൽ പാവപ്പെട്ടവൻ്റെ ഭക്ഷണത്തിൻ്റെ മേൽ. ത്വആം എന്ന് പറഞ്ഞാൽ ഭക്ഷണം, മിസ്കീൻ എന്ന് പറഞ്ഞാൽ പാവപ്പെട്ടവൻ, അല മേൽ. അപ്പോൾ അലാ ത്വആമിൽ മിസ്കീൻ, പാവപ്പെട്ടവൻ്റെ ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ. ഇപ്പോൾ ഇവിടെ ഒന്നിച്ച് ആയത്തിൻ്റെ അർത്ഥം പറയുമ്പം വലാ യഹുദ്ദു അലാ ത്വആമിൽ മിസ്കീൻ, പാവപ്പെട്ടവൻ്റെ ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ എന്ത് ചെയ്യുന്നില്ല? പ്രോത്സാഹനം നടത്തുകയും ചെയ്യുന്നില്ല. അപ്പം അല്ലെങ്കിൽ പ്രോത്സാഹനം നടത്താതിരിക്കുകയും ചെയ്യുന്നു, പ്രോത്സാഹിപ്പിക്കുന്നില്ല. പാവപ്പെട്ടവൻ്റെ ഭക്ഷണം കൊടുക്കാൻ ആരെയും പ്രോത്സാഹിപ്പിക്കുന്നുമില്ല. ഇനി അടുത്തായ ഫവൈലുൻ, ഫവൈലുൻ, വൈൽ എന്ന് പറഞ്ഞാൽ നാശം, കഷ്ടം എന്നൊക്കെയാണ് വൈൽ. ഫവൈൽ എന്ന്, ഫ എന്ന് പറഞ്ഞാൽ എന്നാൽ, അപ്പോൾ. ഫവൈലുൻ, ഫവൈലുൻ ലിൽ മുസല്ലീൻ, ആർക്കാണ് നാശം? ലിൽ മുസല്ലീൻ. സ്വല്ല എന്ന് പറഞ്ഞാൽ നമസ്കരിച്ചു എന്ന് പറഞ്ഞാൽ സ്വല്ല, മുസല്ലീൻ എന്ന് പറഞ്ഞാൽ നമസ്കരിക്കുന്നവർ, പ്ലൂരലാണ് മുസല്ലീൻ, നമസ്കരിക്കുന്നവർ. ഫവൈലുൻ ലിൽ ലീ എന്ന് പറഞ്ഞാൽ ന് വേണ്ടി, ലിൽ മുസല്ലീൻ. ലിൽ മുസല്ലീൻ എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക വിഭാഗം നമസ്കാരക്കാർക്ക്, എല്ലാ നമസ്കാരക്കാർക്കും
വയലില്ല, നാശമല്ല. പ്രത്യേക ഗ്രൂപ്പ് അതാണ്. ഫവൈലുല്ലിൽ മുസല്ലീൻ, നമസ്കാരക്കാർക്കാണ് അല്ലെങ്കിൽ നമസ്കരിക്കുന്നവർക്കാണ് നാശം. അല്ലദീനഹും, നേരത്തെ പറഞ്ഞില്ലേ ഒരു ആയ, ഫവൈലുല്ലിൽ മുസല്ലീൻ ആയിട്ട് കണക്റ്റഡ് ആണ്. അല്ലദീന എന്ന് പറഞ്ഞാൽ ഇസ്മു മൗസൂല എന്നറിയും, കണക്ട് ചെയ്യാനുള്ളൊരു വാക്കാണത്. ഓക്കെ, അല്ലദീന, അല്ലദീന എന്ന് പറഞ്ഞാൽ യാതൊരു കൂട്ടർ. നേരത്തെ പറഞ്ഞ ഫവൈലുല്ലിൽ മുസല്ലി എന്ന് പറയുന്നത് അതൊരു കൂട്ടരാണ്. അവരുടെ സ്വഭാവം എന്താണ്? ഹും, അവർ, അൻ സ്വലാത്തിഹിം, അൻ സ്വലാത്തിഹിം എന്ന് പറഞ്ഞാൽ തങ്ങളുടെ നമസ്കാരത്തെ സംബന്ധിച്ച്, അവരുടെ നമസ്കാരത്തെ സംബന്ധിച്ച് അവരെന്താണ്? സാഹൂൻ, സാഹൂൻ എന്ന് പറഞ്ഞാൽ അശ്രദ്ധരാണ്. നമസ്കാരത്തെ പറ്റി അശ്രദ്ധരാണ്. തങ്ങളുടെ നമസ്കാരത്തെപ്പറ്റി ശ്രദ്ധയില്ലാത്തവർ, നമസ്കാരത്തിനെ സംബന്ധിച്ച് ശ്രദ്ധയില്ലാത്തവരുടെ നമസ്കാരക്കാർക്കാണ് നാശം. ഓക്കെ, ഇത് ഇസ്മുൽ മൗസൂല. അങ്ങോട്ട് പ്രീവിയസ് ആയതിലേക്ക്, കഴിഞ്ഞ ആയതിലേക്ക് കണക്ട് ചെയ്യാനുള്ളതാണ്. അല്ലദീന, അത് യാതൊരു കൂട്ടരാണ്. ഹും, അവർ, യുറാഊൻ, യുറാഊൻ, അവരെന്തിനാണ് നമസ്കരിക്കുന്നത്? കാണിക്കാൻ വേണ്ടി. ഹും യുറാഊൻ, കാണിക്കാൻ വേണ്ടിയാണ് നമസ്കരിക്കുന്നത്. ശ്രദ്ധയില്ലാത്ത നമസ്കാരക്കാരാണ്, മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയാണ് അവർ നമസ്കരിക്കുന്നത്. വയംനഊനൽ, വയംനഊന എന്ന് പറഞ്ഞാൽ മന എന്ന് പറഞ്ഞാൽ തടയുക എന്നർത്ഥം. മന തടയുക, യംനഉ തടയുന്നു അല്ലെങ്കിൽ തടയും. വ ആൻഡ് യംനഊന എന്ന് പറഞ്ഞാൽ തടയുന്നവർ, തടയുന്നവർ. വയംനഊന എന്ന് പറഞ്ഞാൽ അവർ തടയുകയും ചെയ്യും, അവർ തടയുന്നവരാണ്, അവർ മുടക്കുകയും ചെയ്യും. എന്ത്? അൽ മാഊൻ, അൽ മാഊൻ എന്ന് പറഞ്ഞാൽ പരോപകാര വസ്തുക്കൾ. നമ്മൾ അടുത്ത വീട്ടിൽ നിന്നൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും വാങ്ങി ഉപയോഗിക്കുന്ന സാധനങ്ങളില്ലേ, ചെറിയ ചെറിയ സാധനങ്ങൾ ഉപയോഗിക്കുക തിരിച്ചു കൊടുക്കുകയൊക്കെ ചെയ്യുന്ന സാധനങ്ങൾ, അതിനെയാണ് എന്ത് പറയുന്നത്? അൽ മാഊൻ, അൽ മാഊൻ. അപ്പോൾ അത്തരം പരോപകാര സാധനങ്ങളെ തടയുകയും ചെയ്യുന്നവർ അവരാണ് എന്ത്? പ്രതിഫല നടപടിയെ കളവാക്കുന്നവരുടെ സ്വഭാവങ്ങളെ പറ്റിയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തുകളിലൊക്കെ നമുക്ക് പറഞ്ഞു തരുന്നത്. തആല നമുക്ക് പറഞ്ഞു തരാണ് എന്ത്? ഈ ഒരു സൂറയിലൂടെ മതസിദ്ധാന്തങ്ങൾ അല്ലെങ്കിൽ പരലോക ജീവിതം, കർമ്മങ്ങൾക്കുള്ള പ്രതിഫലം, ഇത്യാദി ഈ ഒരു കാര്യങ്ങളെല്ലാം വ്യാജമാക്കുന്ന മതനിഷേധികളുടെയും കപടവിശ്വാസികളുടെയും ചില ലക്ഷണങ്ങളാണ് ഈ സൂറത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് വിവരിച്ചു തരുന്നത്. ഓക്കെ, നമ്മൾ ഈ ഓരോ കാര്യങ്ങളും നമ്മളുടെ നിത്യജീവിതത്തിൽ നമ്മൾ വളരെ സൂക്ഷിക്കേണ്ടതായ കാര്യങ്ങളാവുന്നു. അല്ലെങ്കിൽ നമുക്ക് നിത്യ ജീവിതത്തിൽ നമ്മൾ കണ്ടുമുട്ടുന്ന സാഹചര്യങ്ങളാണ് ഈ കാര്യങ്ങളെല്ലാം. അതിൽ ഒന്നാമത്തതാണ് എന്ത്? അതാണ് അറഅയ്തല്ലദീ യുകദ്ദിബു ബിദ്ദീൻ. അതാണ് ഫസ്റ്റ് ആയാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പറഞ്ഞു തരുന്നത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പറഞ്ഞു കൊടുക്കുന്നത് അറഅയ്തല്ലദീ യുകദ്ദിബു ബിദ്ദീൻ, മതത്തെ കളവാക്കുന്നവരെ, പ്രതിഫല ദിനത്തിനെ കളവാക്കുന്നവരെ നീ കണ്ടുവോ? ഈ ദീൻ എന്നുള്ളതാണ് എന്ത് അല്ലേ? പ്രതിഫല ദിനം ദീനാണ്, അല്ലെങ്കിൽ പരലോകം എന്നുള്ളത് ആണെന്ത്? അദ്ദീൻ, പ്രതിഫലം അല്ലെങ്കിൽ പരലോകത്തിലാണല്ലോ നമുക്ക് കർമ്മങ്ങൾക്കെല്ലാം പ്രതിഫലം ലഭിക്കുന്നത്. അപ്പോൾ ഈ പരലോകത്തിലെ വിശ്വസിക്കാത്ത ആൾക്കാർക്ക് അല്ലേ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മുന്നിൽ നിൽക്കും എന്ന് ഉറപ്പില്ലാത്ത ആൾക്കാർക്ക്, ഒരു പ്രതീക്ഷിക്കാത്ത ആൾക്കാർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് തൃപ്തിയാകുന്ന കാര്യങ്ങൾ ചെയ്യാൻ അത്ര ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല അല്ലേ? അവർക്ക് ഒരു മോട്ടിവേറ്റഡ് അല്ല, അവർക്കൊരു താല്പര്യം ഉണ്ടാവില്ല. അവർ സ്വന്തം ഇഷ്ടത്തിന്, സ്വന്തം മനസ്സിൽ നിന്ന് തോന്നിയാൽ അവരെന്ത് ചെയ്യും? നന്മ ചെയ്യുന്നവരൊക്കെ ഉണ്ടാവും, നല്ല കാര്യങ്ങൾ ചെയ്യുന്നവരൊക്കെ ഉണ്ടാവും. പക്ഷേ അത് അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ തൃപ്തിക്ക് ചെയ്യണം. ഇത് എല്ലാ ആളുകൾക്കും ഇല്ലേ, ചിലരൊക്കെ ചെയ്യുന്നുണ്ടാവും, പക്ഷേ എല്ലാവരും
കൃത്യമായിട്ട് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം, അവർക്ക് അതിനൊരു പ്രതിഫലം കിട്ടും എന്നുള്ളൊരു ഉറപ്പുള്ള ആളുകൾ, അല്ലെങ്കിൽ നമുക്ക് ഈ ചെയ്യുന്ന പ്രവൃത്തികൾക്കെല്ലാം നമ്മൾക്ക് പരലോകത്ത് വെച്ച് അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പ്രതിഫലം തരും എന്ന് ഉറപ്പുള്ളവരാണ് എന്ത് ചെയ്യുക, നല്ല പ്രവൃത്തികൾ ചെയ്യുക. അപ്പോൾ ആ ഒരു ഉറപ്പില്ലാത്ത ആളുകളുടെ സ്വഭാവമാണ്, അല്ലെങ്കിൽ പ്രതിഫല ദിനത്തിനെ കളവാക്കുന്ന നിഷേധിക്കുന്നവർ, അങ്ങനെ ഒരു ദിവസം ഇല്ല എന്ന് പറയുന്നവരുടെ സ്വഭാവങ്ങളെ പറ്റിയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പറഞ്ഞു തരുന്നത്. ഓക്കെ, അതിൽ ഒന്നാമത്തെ കാര്യം എന്താണ്, ഫദാലിക്കല്ലദീ യദുഉൽ യതീം, അവരെന്ത് ചെയ്യുന്നു, അനാഥ കുട്ടികളെ തള്ളിക്കളയുന്നു എന്ന് പറഞ്ഞാൽ, അനാഥ കുട്ടികൾ, അനാഥ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ പിതാവ് മരിച്ചു പോയ മക്കൾക്കാണ് എന്ത് പറയുന്നത്, അനാഥ എന്ന് പറയുന്നത്. ആണായാലും പെണ്ണായാലും പ്രായപൂർത്തി എത്താതിരിക്കുകയും പിതാവ് മരിക്കുകയും ചെയ്യുന്ന, പിതാവില്ലാത്തയുമായ കുട്ടികൾക്കാണ് എന്ത് പറയുന്നത്, അനാഥ കുട്ടി എന്ന് പറയുന്നത്. അപ്പോൾ അനാഥ കുട്ടികളോട് എന്താണ് നിർദ്ദയമായും പരുഷമായും പെരുമാറുക എന്നുള്ളതാണ് ഒന്നാമത്തെ സ്വഭാവം. മതത്തെ നിഷേധിക്കുന്നവരെ അല്ലെങ്കിൽ പ്രതിഫല ദിനത്തിനെ നിഷേധിക്കുന്നവരുടെ സ്വഭാവമായിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല ഒന്നാമതായിട്ട് പറഞ്ഞത് എന്താണ്, അനാഥകളോടുള്ള പെരുമാറ്റത്തെ പറ്റിയാണ് അല്ലേ. അനാഥയെ നമ്മൾ ആദരിക്കുക, അനാഥന്മാരെ നമ്മൾ ആദരിക്കണം എന്നാണ് പറയുന്നത്. ആദരിക്കുക, നമുക്ക് അവർക്ക് ഭക്ഷണം കൊടുക്കുക അല്ലെങ്കിൽ വസ്ത്രം കൊടുക്കുക എന്നുള്ളതിലപ്പുറം അവരെ സ്നേഹിക്കുകയും അവരെ നല്ല രീതിയിൽ അവരോട് പെരുമാറുക, അവരെ ആദരിക്കണം എന്ന് പറഞ്ഞാൽ നമ്മളെ മക്കളോട് എങ്ങനെയാണോ നമ്മൾ പെരുമാറുന്നത് അതേപോലെയാണ് നമുക്ക് എന്ത് ചെയ്യാൻ പാടുള്ളൂ, അനാഥന്മാരോട് പെരുമാറാൻ പാടുള്ളൂ. ഓക്കെ, അതേപോലെ തന്നെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ, നമുക്കറിയാം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അനാഥനായിരുന്നു അല്ലേ. ഇപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അനാഥരായ കുട്ടികളുടെ ഇടയിൽ മുന്നിൽ വെച്ചിട്ട് നമ്മളെ കുട്ടികൾ നമ്മൾ പ്രത്യേകമായി സ്നേഹിക്കുന്നത് പോലും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ വിലക്കിയിട്ടുണ്ട്. അങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട്, കാരണം അത് അവരുടെ മനസ്സിലെ പ്രയാസം, നമുക്ക് ആളില്ലല്ലോ എന്നുള്ള ഒരു പ്രയാസം ഉണ്ടാക്കാൻ കാരണമാകും. അനാഥന്മാരുടെ സ്വത്ത് ഏറ്റെടുത്തിട്ട് അല്ലേ അവരെ സംരക്ഷിക്കുന്ന, എല്ലാ അനാഥന്മാർക്കും സ്വത്തില്ലാതില്ല. ചിലർക്ക് എന്തുണ്ടാവും, നല്ല സ്വത്തുള്ള ആൾക്കാരുണ്ടാവും അല്ലേ, സ്വത്തില്ലാത്ത ആൾക്കാരും ഉണ്ടാവും. പക്ഷേ അവരുടെ പ്രധാനപ്പെട്ട ഒരു പോരായ്മ എന്നുള്ളത് അവർക്ക് ആളില്ല എന്നുള്ളതാണ് അല്ലേ, ചോദിക്കാൻ പറയാനൊന്നും ഒരാളില്ല എന്നുള്ളതാണ്. അപ്പോൾ ആ കാരണത്താൽ തന്നെ അവർ പീഡിപ്പിക്കപ്പെടാനുള്ള സാഹചര്യവും വളരെ അവർക്ക് പ്രായപൂർത്തിയായി കഴിഞ്ഞാൽ എന്ത് ചെയ്യണം, അവർക്ക് വിവേചന ബുദ്ധിയുണ്ടോ കാര്യശേഷിയുണ്ടോ എന്ന് പരിശോധിച്ച് ഉറപ്പാക്കിയ ശേഷം അവരുടെ സ്വത്ത് അവർക്ക് വിട്ടുകൊടുക്കണം എന്നാണ്. ഓക്കെ, അപ്പോൾ നമ്മളുടെ സ്വത്തിൻ്റെ കൂടെ അവരെ സംരക്ഷിക്കുന്ന ആളുടെ സ്വത്തിൻ്റെ കൂടെ ഇട്ടിട്ട് അത് എന്ത് ചെയ്യാൻ പാടില്ല, മിക്സ് ചെയ്തിട്ട് അതിന് നഷ്ടം വരുത്താൻ പാടില്ല. അപ്പോൾ ഈ സംരക്ഷിക്കുന്ന ആൾ ദരിദ്രനാണെങ്കിൽ എന്ത് ചെയ്യാം, അയാൾക്ക് അതിൽ നിന്ന് മാന്യമായ രീതിയിൽ ഭക്ഷണത്തിന് വേണ്ടി ഉപയോഗിക്കാം. ഓക്കെ, അല്ലാതെ അത് നശിപ്പിക്കണം എന്ന രീതിയിൽ എന്ത് ചെയ്യാൻ പാടില്ല, അതിനെ ഉപയോഗിക്കാൻ പാടില്ല. അതാണ് ഒന്നാമത്തെ കാര്യം. ഈ രണ്ടാമത്തത്, അപ്പോൾ ഒന്ന് അനാഥകളോട് നിർദ്ദയമായും പരുഷമായും പെരുമാറുക, അതാണ് മതത്തെ കളവാക്കുന്നവൻ്റെ ഒരു സ്വഭാവം. രണ്ടാമത്തെ സ്വഭാവം എന്താണ്, വലാ യഹുദ്ദു അലാ ത്വആമിൽ മിസ്കീൻ, പാവപ്പെട്ടവൻ്റെ ഭക്ഷണ കാര്യത്തിൽ പ്രോത്സാഹനം നടത്താതിരിക്കുക. അപ്പോൾ പാവപ്പെട്ടവരെന്ന് പറയുമ്പോൾ രണ്ട് തരം പാവപ്പെട്ടവരുണ്ട് അല്ലേ, മിസ്കീനുണ്ട്, ഫക്കീറുണ്ട്. അപ്പോൾ മിസ്കീൻ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ അവർ പറയൂല, അവർക്ക് അവരുടെ വിഭവങ്ങൾ അവരുടെ ജീവിതമാർഗത്തിന് തികയുന്നതായിരിക്കില്ല, പോരായ്മ ഉണ്ടാവും. ഓക്കെ, പക്ഷേ എന്ത് ചെയ്യില്ല, അത് അവർ മറ്റുള്ളവരെ അറിയിക്കാത്ത രീതിയിൽ മാന്യമായ രീതിയിൽ എന്ത് ചെയ്യും. പക്ഷെ അവരെ കണ്ടു കഴിഞ്ഞാൽ ആൾക്കാർക്ക് മനസ്സിലാകും അവർക്കെന്ത്, അവർ മിസ്കീനാണ്, അവർക്ക് പണമില്ല എന്നുള്ളത് ആൾക്കാർക്ക് മനസ്സിലാകുന്ന രീതിയിലുള്ള ആൾക്കാർ. പക്ഷെ അവരായിട്ട് എന്ത് ചെയ്യില്ല, പറയില്ല. ഫക്കീർ എന്ന് പറഞ്ഞാൽ അവർ പറയുകയും ചോദിക്കുകയൊക്കെ ചെയ്യും, മറ്റുള്ളവരെ അറിയിക്കും. ഫക്കീറാണ്, അല്ലെങ്കിൽ പണമില്ല എന്നുള്ള കാര്യം മറ്റുള്ളവരെ അറിയിക്കുന്ന ആളാണ് ഫക്കീർ. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല ഫക്കീറിനെ ആൾക്കാർ കൊടുത്തോളൂല്ലേ, കാരണം അയാൾ ചോദിച്ചു വാങ്ങും. മിസ്കീനെയാണ് പ്രത്യേകമായി എടുത്തു പറയുന്നത്. അപ്പോൾ മിസ്കീനിൻ്റെ ഭക്ഷണത്തിൽ പ്രോത്സാഹനം നടത്താത്തവർ.
എന്ന് പറഞ്ഞാൽ ചിലർക്ക് നമ്മളെ കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ നമ്മൾ കൊടുക്കും ഇല്ലേ, ഉണ്ടെങ്കിൽ നമ്മൾ കൊടുക്കണം. പൈസ ഇല്ലാത്തവർക്കും ബാധകമായുള്ള ഒരു നിയമമാണിത്. പൈസ ഉണ്ടോ ഇല്ലേ എന്നുള്ളതല്ല, നമുക്ക് എന്ത് ചെയ്യുക, പ്രോത്സാഹിപ്പിക്കുക എന്ന് പറയുന്നത്. പ്രോത്സാഹിപ്പിക്കുക, ഭക്ഷണ കാര്യത്തിൽ പ്രോത്സാഹിപ്പിക്കുക. അപ്പോൾ ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉപയോഗിച്ചൊരു വാക്ക് ത്വആമുൽ മിസ്കീനാണ്. ത്വആമുൽ മിസ്കീനാണ് ഇവിടെ. ഇവിടെ മീമിന് വമ്മയാണ് ശരിക്കും, പക്ഷെ ഇവിടെ അല വന്നതുകൊണ്ട് അല ഹർഫ് ജറല്ലേ, അതുകൊണ്ടാണ് എന്ത് വന്നത്, ത്വാമിൽ മിസ്കീൻ. ത്വാമിൽ മിസ്കീൻ എന്ന് പറഞ്ഞാൽ മിസ്കീനിൻ്റെ ഭക്ഷണം, നമ്മളുടെ ഭക്ഷണമല്ല. നമ്മളുടെ ഭക്ഷണം നമ്മളവർക്ക് കൊടുക്കുകയല്ല, നമ്മളുടെ കയ്യിലിരിക്കുന്ന ഭക്ഷണത്തിൽ അവരുടെ പങ്ക് അല്ലെങ്കിൽ അവർക്കുള്ള ഓഹരി, അവരുടെ ഭക്ഷണം, അതാണ് ഇവിടെ പറയുന്നത്. എന്ന് പറഞ്ഞാൽ നമ്മളെ ഔദാര്യത്തിനല്ല, നമ്മൾ നിർബന്ധമായിട്ടും കൊടുക്കേണ്ട ഒരു കാര്യം. അതാണ് ത്വആമുൽ മിസ്കീൻ അല്ലെങ്കിൽ അല ത്വആമിൽ മിസ്കീൻ. മിസ്കീനിൻ്റെ ഭക്ഷണത്തിൽ എന്ത് ചെയ്യുക, പ്രോത്സാഹനം നൽകാത്തവർ രണ്ടാമത്തെ കൂട്ടർ. ഒന്നാമത്തെ കൂട്ടർ അനാഥകളോട് നിർദ്ദയമായും പരുഷമായും പെരുമാറുക, അതാണ് ഒന്നാമത്തെ കാര്യം പറഞ്ഞത്. രണ്ടാമത്തത് പാവപ്പെട്ടവർക്ക് ഭക്ഷണത്തിൻ്റെ വിഷയത്തിൽ എന്ത് ചെയ്യുക, പ്രോത്സാഹനം നൽകാതിരിക്കുക. ഓക്കെ, അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളും അല്ലേ, അനാഥ കുട്ടികളെ പുറന്തള്ളുന്നതും സാധുക്കൾക്ക് ഭക്ഷണം നൽകുന്നതിനെ പ്രോത്സാഹനം നൽകാതിരിക്കലും മതനിഷേധത്തിൻ്റെ ലക്ഷണമായിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ പറഞ്ഞു കാണിക്കുന്നത് അല്ലേ. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല മതനിഷേധികളുടെ അല്ലെങ്കിൽ പ്രതിഫല ദിനത്തിനെ നിഷേധിക്കുന്നവരുടെ പ്രധാനപ്പെട്ട രണ്ട് സ്വഭാവമായിട്ട് എടുത്തു കാട്ടിയതാണ്. ഒന്നെന്ത്, അനാഥ കുട്ടികളോട് എന്ത് ചെയ്യുക, നിർദ്ദയമായും പരുഷമായും പെരുമാറുകയും സാധുക്കൾക്ക് ഭക്ഷണത്തിൽ പ്രോത്സാഹനം നൽകാതിരിക്കുകയും. ഓക്കെ, അപ്പോൾ ഈ ഒരു രണ്ട് കാര്യത്തിലും അല്ലേ പരിശ്രമിക്കുകയും അതുപോലെ തന്നെ സാധുക്കളുടെ വിശപ്പും പട്ടിണിയും തീർക്കുകയും ചെയ്യുന്ന കാര്യത്തിൽ മുസ്ലിങ്ങളുടെ ബാധ്യതയാണ് അല്ലേ, വളരെ പ്രധാനപ്പെട്ട ഒരു ബാധ്യതയായിട്ടാണ് വിശുദ്ധ ഖുർആൻ അല്ലെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പറഞ്ഞു തരുന്നത്, നമുക്കെടുത്ത് പറഞ്ഞു തരുന്നത്. ഇനി മൂന്നാമത്തത് ഫവൈലുൽ ലിൽ മുസല്ലീൻ. ഇനി അടുത്തത് നമസ്കാരത്തെ പറ്റിയാണ്. മൂന്നാമത്തെ കാര്യം നമസ്കാരത്തെ പറ്റിയാണ്. നമസ്കാരക്കാർക്ക് നാശം. എല്ലാ നമസ്കാരക്കാർക്കും അല്ല, ചില പ്രത്യേകതരം നമസ്കാരക്കാർക്കാണ് നാശം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു വാക്ക് മാത്രം കണ്ടു കഴിഞ്ഞാൽ എന്ത് ചെയ്യുക അല്ലേ, ഈ ഒരു ആയ മാത്രം അടർത്തിയെടുത്തിട്ട് ഇസ്ലാമിനെ വിമർശിക്കുന്ന ആളുകളുണ്ടാവാം. ഓക്കെ, ഉണ്ടായിട്ടുണ്ട് എന്നാണ് പറയുന്നത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് തന്നെ ഇത്തരം ആളുകൾ ഉണ്ടായിരുന്നു. ഈ ഒരു ആയ മാത്രം എടുത്തിട്ട് എന്ത് ചെയ്യുക, വിമർശിക്കുക. ഫവൈലുൽ ലിൽ മുസല്ലീൻ, നമസ്കാരക്കാർക്കാണ് നാശം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പറഞ്ഞു തരുന്ന നമസ്കാരക്കാർ, നാശമുള്ള നമസ്കാരക്കാരെന്താണെന്ന് വെച്ചാൽ അവരെന്ത് ചെയ്യുന്നില്ല, നമസ്കാരത്തിൻ്റെ നിയമപരമായ നിർബന്ധത്തിന് വിധേയരായിരിക്കും. നമുക്ക് നമസ്കരിക്കുക എന്നുള്ളത് നമുക്ക് നിർബന്ധമാണ് അല്ലേ. ബുദ്ധിയും പ്രായവും കൊണ്ടും എത്തിയ ആളുകൾക്ക് അല്ലേ, ബുദ്ധി സ്ഥിരതയുള്ള ആളുകൾക്കും നമസ്കാരം നിർബന്ധമാണ്. 5 നേരത്തെ നമസ്കാരം നിർബന്ധമായിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അവതരിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു നിർബന്ധത്തിൽ നമ്മൾ ഉൾപ്പെടുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ നമ്മൾ എന്ത് ചെയ്യുന്നില്ല, അശ്രദ്ധരായി പോവുക. അതിവിടെ പറയുന്നുണ്ട്, ലദീനഹും അൻ സ്വലാത്തിഹിം സാഹൂൻ. സാഹൂൻ എന്ന് പറഞ്ഞാൽ അശ്രദ്ധരാകുക. നമസ്കാരത്തിനെ പറ്റി ഇല്ലേ, നമസ്കാരക്കാർക്കാണ് നാശം എന്ന് പറയുന്നത്. പറഞ്ഞതിനെ വിശദീകരണം അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ പറയുന്നുണ്ട്. നമസ്കാരക്കാർക്കാണ് നാശം. എങ്ങനെയുള്ള നമസ്കാരമാണ് അവരുടേത്? അവരാ നമസ്കാരത്തിൽ എന്തില്ല, അൻ സ്വലാത്തിഹിം സാഹൂൻ. നമസ്കാരത്തിനെ സംബന്ധിച്ച് അവരെന്തില്ല, അവർക്ക് ശ്രദ്ധയില്ല, അവർ അശ്രദ്ധരാണ്. എന്ന് പറഞ്ഞാൽ എങ്ങനെയൊക്കെയാണ് അശ്രദ്ധ വരിക? അശ്രദ്ധ വരുന്നതെന്ന് പറയുന്നത്, ഒന്ന് മൊത്തമായിട്ട് ഉപേക്ഷിക്കുക, നമസ്കാരം അങ്ങ് ഉപേക്ഷിച്ച് കളയുക. മറ്റൊന്ന് ചിലപ്പോൾ മാത്രം നമസ്കരിക്കുക, നമുക്കിഷ്ടമുള്ളവരെ നമസ്കരിക്കുക. അല്ലെങ്കിൽ മറ്റുള്ളവരുടെ കൂട്ടത്തിലാകുമ്പോൾ മാത്രം നമസ്കരിക്കുക. അല്ലെങ്കിൽ
സമയനിഷ്ഠ പാലിക്കാണ്ടിരിക്കുക, കറക്റ്റ് നേരത്തിന് നമസ്കരിക്കാണ്ടിരിക്കുക, നമുക്ക് തോന്നുന്ന സമയത്ത് നമസ്കരിക്കുക. അതുപോലെ തന്നെ നമസ്കരിക്കുമ്പോൾ അതിലെ ഒഴിച്ചുകൂടാത്ത ഘടകങ്ങളും നിർബന്ധങ്ങളും പാലിക്കാതിരിക്കുക. പിന്നെ നമസ്കരിക്കുന്ന സമയത്ത് നമ്മൾ അന്യചിന്തകളിൽ, നമ്മൾ ശരീരം കൊണ്ട് ഇങ്ങനെ നമസ്കരിക്കുന്നുണ്ടാവും, പക്ഷേ നമ്മളെ മനസ്സിൽ മുഴുവനും ദുനിയാവിൻ്റെ കാര്യങ്ങളായിരിക്കും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യങ്ങൾ ചിന്തിച്ചുകൊണ്ട് നമ്മളിങ്ങനെ നമസ്കരിക്കുക. അതേപോലെ തന്നെ നമസ്കാരത്തിൽ നാവ് കൊണ്ടുന്ന ചെല്ലുന്ന ദിക്റുകളില്ലേ, ദിക്ർ, ദുആ, ഖുർആൻ മുതലായവയുടെ അർത്ഥം അറിയാതെ എന്ത് ചെയ്യുക, വെറുതെ ഇങ്ങനെ ഉരുവിടുക, അർത്ഥം അറിയാതെ വെറുതെ ഒരു ചടങ്ങ് മാത്രമായിട്ട് ഇങ്ങനെ നിർവഹിക്കുക. ഇതെല്ലാം ഏതിൽ വരും? നമസ്കാരക്കാരുടെ അശ്രദ്ധയിൽ വരും. അപ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മൾ നമസ്കരിക്കുന്ന സമയത്ത് അല്ലേ, നമസ്കാരത്തിൻ്റെ സമയം കറക്റ്റായിരിക്കണം. നമസ്കാരത്തിന് അല്ലേ അത്ര പ്രധാനപ്പെട്ട ഒഴിച്ചുകൂടാൻ പറ്റാത്ത എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ ലേശം അങ്ങോട്ടും ഇങ്ങോട്ടും ആയി പോവുക എന്നല്ലാതെ എല്ലാ സമയത്തും നമ്മൾ നമസ്കാരത്തിനെ ഇങ്ങനെ പിന്തിച്ച് അവസാനത്തെ വക്തിൽ, അല്ലെങ്കിൽ ഒരു ഒളു കൊണ്ട് 2 നമസ്കാരം, ഒന്ന് ലാസ്റ്റും ഒന്ന് ഫസ്റ്റ്, അങ്ങനെ ഉള്ള രീതിയിലൊന്നും നമ്മൾ ചെയ്യാൻ പാടില്ല. ഓക്കെ. അപ്പോൾ നമസ്കാരത്തിന് ബാങ്ക് കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് എന്ത് ചെയ്യുക, അതിലേക്ക് ചെല്ലുക. അല്ലെങ്കിൽ നമ്മൾ ഇതിൽപ്പെടും ഈ ഫവൈലുല്ലിൽ മുസല്ലീൻ്റെ, നമസ്കാരക്കാർക്ക് നാശം. അപ്പോൾ ഈ പറഞ്ഞതിൽ ഏതെങ്കിലും ഒന്നോ അല്ലെങ്കിൽ ചിലതോ ഉണ്ടെങ്കിൽ നമ്മൾ അതിൽ ആ ഒരു ഗ്രൂപ്പ് പെട്ടതാണെന്നാണ് പണ്ഡിതന്മാരുടെ, അല്ലെങ്കിൽ പിന്നെ ഖുർആൻ തഫ്സീർ ചെയ്യുന്ന ആളുകളുടെ അഭിപ്രായം. ഇബ്നു കസീർ റളിയല്ലാഹു അൻഹുവിൻ്റെയൊക്കെ അഭിപ്രായം അങ്ങനെയാണ്. ഈ പറഞ്ഞ കാര്യങ്ങൾ, ഒന്ന് എന്താണ്, പാടെ ഉപേക്ഷിക്കുന്നവന് കാഫിറാണ്, അവൻ്റെ കാര്യം പ്രത്യേകം പറയേണ്ട ആവശ്യമില്ല അല്ലേ. നിസ്കാരം മൊത്തമായിട്ട് അങ്ങ് ഒഴിവാക്കി കളയുന്ന ആൾക്കാർ അവർ കാഫിറാണ്, അവരുടെ കാര്യമൊന്നും പ്രത്യേകം പറയേണ്ട കാര്യമില്ല. ഓക്കെ. ചിലപ്പോൾ മാത്രം നമസ്കരിക്കുക, എല്ലാ കറക്റ്റില്ലേ, നമസ്കാരത്തിന് യാതൊരു ഒഴിവുമില്ല. നമസ്കരിക്കാത്തവൻ കാഫിറാണ് അല്ലേ. കാഫിറും മുസ്ലിമും തമ്മിലുള്ളൊരു വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട വ്യത്യാസം നമസ്കാരം തന്നെയാണ്. അപ്പോൾ നമ്മൾ അത് കൃത്യത്തിന് ചെയ്യാണ്ട് എന്ത് ചെയ്യുക, നമുക്കിഷ്ടമുള്ള സമയത്ത് ചെയ്യുക. അല്ലെങ്കിൽ ചിലരുണ്ടാവും ആൾക്കാരുടെ കൂട്ടത്തിൽ മാത്രം നമസ്കരിക്കും, അല്ലെങ്കിൽ ചിലരെന്ത് ചെയ്യും, സമയത്തിന് നമസ്കരിക്കില്ല, അവർക്ക് ഇഷ്ടമുള്ള നേരം ഏറ്റവും അവസാനത്തൊക്കെ കൊണ്ടുപോയിട്ട് നമസ്കരിക്കുക. അല്ലെങ്കിൽ ഒരു ഒളുവിൽ കുറേ നമസ്കാരങ്ങൾ ഒന്നിച്ച് എന്ത് ചെയ്യുക, നമസ്കരിക്കുക. പിന്നെ ഈ നമസ്കരിക്കുന്ന സമയത്ത് നമ്മൾ അതിൽ ചെല്ലുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ അത്യാവശ്യം പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യുക, മീനിങ് നമുക്ക് മനസ്സിലാകണം. ശരിക്കും നമസ്കാരം എന്ന് പറഞ്ഞാൽ ഒരു സ്വലയാണ്. നമ്മളും അല്ലാഹു സുബ്ഹാനഹു വ തആലയും തമ്മിലുള്ളൊരു സ്വലയാണ്. നമ്മൾ കുറേ കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട് അതിൽ. അപ്പോൾ ചോദിക്കുന്നത്, ഇപ്പോൾ നമ്മളൊരു ആളോടൊരു കാര്യം ചോദിക്കുമ്പോൾ ചോദിക്കുന്നത് എന്താണെന്ന് അറിയാതെ നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ അല്ലേ, എന്താണ് അതിൻ്റെ ഒരു അവസ്ഥ? നമ്മൾ 2 സുജൂദിൻ്റെ ഇടയിലുള്ള ഇരുത്തത്തിലൊക്കെ നമ്മൾ കുറേ കാര്യങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ചോദിക്കുക ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, നമസ്കാരത്തിൽ ചെല്ലുന്ന ദിക്റിൻ്റെയും ദുആകളുടെയും അതേപോലെ തന്നെ നമ്മൾ കുറച്ച് തന്നെങ്കിലും അല്ലേ പറ്റുന്ന രീതിയിൽ വിശുദ്ധ ഖുർആൻ്റെ മീനിങ് എല്ലാം നമ്മൾ മനസ്സിലാക്കണം. എന്നാലേ എന്തുള്ളൂ, നമ്മുടെ നമസ്കാരം അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ രീതിയിൽ പ്രതിഫലം കിട്ടുന്ന രീതിയിൽ ആവുകയുള്ളൂ അല്ലേ. അപ്പോൾ ഇത് കേൾക്കുന്ന സമയത്ത് എന്നാൽ പിന്നെ നമസ്കരിക്കാണ്ടിരിക്കലാണ് നല്ലത് എന്ന് ആരും വിചാരിക്കരുത്. നമസ്കരിക്കാതിരിക്കുന്നവരുടെ കാര്യം ഓൾറെഡി പോക്കാണ്, ഒരു ഭയങ്കര നാശത്തിൽ തന്നെയാണ് അല്ലേ. അതിൻ്റെ കൂട്ടത്തിൽ നമസ്കരിക്കുന്ന ആളാണെങ്കിലും ഈ ഒരു പറഞ്ഞ കാര്യങ്ങളൊന്നും ശ്രദ്ധിച്ചില്ലെങ്കിൽ അവരുടെയും നമസ്കാരത്തിന് എന്താണ് അല്ലേ, നമസ്കാരം അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുകയില്ല, അവർക്ക് നാശം ഉണ്ടാവുകയും ചെയ്യും. അപ്പോൾ നമ്മൾ ഇതിപ്പോൾ ഒരൊറ്റയടിക്കൊന്നും അല്ലേ, ഇന്നിപ്പം കേട്ട് നാളെ ഒന്നും നന്നാക്കി കളയാമെന്നൊന്നും നമ്മൾ വിചാരിക്കണ്ട. നമ്മളെന്ത് ചെയ്യുക, നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുക, നമ്മളെ കൊണ്ട് പരമാവധി കഴിയുന്ന അത്രയും നമ്മൾ ശ്രമിച്ചു കൊണ്ടേയിരിക്കുക നന്നാക്കാനായിട്ട്. നമസ്കാരത്തിൽ ടൈം കീപ്പ് ചെയ്യുക, ഈ കാര്യങ്ങളുടെയൊക്കെ അർത്ഥം പഠിക്കുക എന്നുള്ള കാര്യത്തിൽ നമ്മൾ പരിശ്രമിച്ചു കൊണ്ടേയിരിക്കുക. നമ്മൾ ശ്രമിച്ചു കഴിഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കത് എളുപ്പമാക്കി തരികയും ചെയ്യും. ഓക്കെ.
അപ്പോൾ നമ്മൾ അല്ലാത്ത രീതിയിൽ നമ്മൾ ശ്രദ്ധിക്കാണ്ടൊക്കെ ഇതിൽ വേറൊരു പ്രധാനപ്പെട്ട കാര്യം പിന്നെ പണ്ഡിതന്മാർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഫീ എന്നുള്ള വാക്ക് ആൻ എന്നുള്ളിടത്തിൽ ഫീ എന്നാണ് യൂസ് ചെയ്തതെങ്കിൽ നമസ്കാരത്തിൽ എല്ലാവരോടും മറന്നൊക്കെ പോലെ നമ്മൾ എല്ലാ മനുഷ്യന്മാർ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് മറന്നു പോയിട്ടുണ്ട് എന്നാണ് പറഞ്ഞത്. 4 റക്അത്ത് നമസ്കരിക്കേണ്ടത് 2 ആയി പോയിട്ടുണ്ട്. പിന്നെ സ്വഹാബികൾ ഉണർത്തിയ സമയത്ത് വീണ്ടും പോയിട്ട് നമസ്കരിച്ചതാണത്. അപ്പോൾ എല്ലാവർക്കും നമസ്കാരത്തിൻ്റെ ഉള്ളിൽ മറവി സംഭവിക്കാം അല്ലേ? നമ്മൾ നമസ്കരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മളെ ശ്രദ്ധ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ തെറ്റിപ്പോകും. നമ്മൾ എത്ര നിയന്ത്രിച്ചാലും നമ്മളുടെ ശ്രദ്ധ ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ തെറ്റിപ്പോവും. അതല്ല കേട്ടോ ഇവിടെ പറയുന്നത്, ഫീ അല്ല. അതുകൊണ്ടാണ് പണ്ഡിതന്മാർ പറയുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഫീ പറഞ്ഞ് നമ്മളെല്ലാവരും പെട്ടേനെ. ഇവിടെ ഫീ ആണ് പറഞ്ഞിരുന്നതെങ്കിൽ അല്ലേ, ഫീ ആണ് പറഞ്ഞിരുന്നതെങ്കിൽ നമസ്കാരത്തിൽ എന്നായിരിക്കും. ആൻ ആയതുകൊണ്ട് ആൻ എന്ന് പറഞ്ഞാൽ സംബന്ധിച്ച്, നമസ്കാരത്തിനെ സംബന്ധിച്ച് എന്ന് പറഞ്ഞാൽ നമസ്കാരത്തിൻ്റെ കാര്യത്തെ സംബന്ധിച്ച്. അവിടെയാണ് ടൈമിങ്ങും അല്ലേ മീനിങ്ങും ഒക്കെ അതിലാണ് വരുന്നത്. ഓക്കെ. പിന്നെ ഈ നമസ്കരിക്കാൻ കൈകെട്ടിയ മുതൽ സലാം കിട്ടുന്നത് വരെ മറ്റു ചിന്തകളെയും ഒഴുകുന്ന ആൾക്കാർ, അത് അല്ലേ, അതിനെ നമ്മൾ ശരിക്കും കൺട്രോൾ ചെയ്യണം. നമ്മൾ നമ്മൾ ഈ ഒന്നാമത്തത് മീനിങ് അറിയാത്തത് കൊണ്ടാണ് അങ്ങനെ ആയിപ്പോകുന്നത്. മീനിങ് അറിയുകയും ചെയ്യുക, നമ്മൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കൂടെ മുന്നിലാണ് നിൽക്കുന്നത് എന്നുള്ളത് ഒരു ചിന്ത നമ്മളെ മനസ്സിലുണ്ടാകുക. അള്ളാഹുവിൻ്റെ മുന്നിലാണ് നമ്മൾ നിൽക്കുന്നത്. നമ്മൾ പറയുന്നത് ആരോടാണ്? അല്ലാഹു സുബ്ഹാനല്ലേ, വേറെ ആരോടില്ലല്ലോ നമ്മൾ പറയുന്നത്. നമ്മൾ പിന്നെ സംസാരിക്കുന്നത് ആരോടാണ്? അല്ലാഹു സുബ്ഹാനഹു വ തആലയോടാണ് സംസാരിക്കുന്നത്. അപ്പോൾ ആ ഒരു ചിന്ത മനസ്സിലേക്ക് വരുത്തിയും കൊണ്ട് നമ്മൾ നിന്ന് നമസ്കരിക്കുക, പരമാവധി ശ്രദ്ധിച്ച് നമസ്കരിക്കുക. ഓക്കെ, അതാണ് നമുക്കിപ്പോൾ ഇതിൽ ചെയ്യാനുള്ളത്. ഓക്കെ. പിന്നെ എന്താണ് അല്ലദീന, ഇതും നമസ്കാരത്തിനെ പറ്റിയാണ് പറയുന്നത്. യുറാഊന എന്ന് പറഞ്ഞാൽ ഇവർ നമസ്കരിക്കുന്നത് കാണിക്കാൻ വേണ്ടിയായിരിക്കും, ആൾക്കാരെ കാണിക്കാൻ വേണ്ടി നമസ്കരിക്കുക. ആൾക്കാരെ കാണിക്കാൻ വേണ്ടിയുള്ള ഒരു പ്രവൃത്തി അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുകയില്ല. അള്ളാഹുവിൻ്റെ പ്രീതിയും പ്രതിഫലവും ഉദ്ദേശിച്ച് ചെയ്യുന്ന പ്രവൃത്തികൾ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കും. അല്ലാത്തതൊന്നും സ്വീകരിക്കില്ല. നമസ്കാരമായാലും അതിനെന്ത് ചെയ്യില്ല, സ്വീകരിക്കില്ല. അപ്പോൾ ഇങ്ങനെ ആൾക്കാരെ കാണിക്കാൻ വേണ്ടി ഇപ്പോൾ ആൾക്കാർ കാണുന്ന സമയത്ത് ഒന്നങ്ങ് നന്നാക്കുക. നമ്മൾ കഴിഞ്ഞ സൂറയിലും നമസ്കാരത്തിനെ പറ്റി പറഞ്ഞിരുന്നു അല്ലേ? കഴിഞ്ഞ സൂറയിലും നമസ്കാരത്തിനെ പറ്റി പ്രതിപാദിച്ചിട്ടുണ്ട്. അപ്പോൾ നമസ്കാരത്തിനുള്ള ഒരു പ്രാധാന്യമാണ് അല്ലേ, ഇസ്ലാമിലെ നമസ്കാരത്തിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് ആണ് ഇവിടെ നമുക്ക് മനസ്സിലാകുന്നത്. യഥാവിധി എന്ത് ചെയ്യുക, നല്ല രീതിയിൽ നമസ്കരിക്കാൻ നമ്മൾ ശ്രമിച്ചുകൊണ്ടേ ഇരിക്കുക. പിന്നെ അടുത്തൊരു സ്വഭാവം എന്താണ്? വയംനഊനൽ മാഊൻ എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് അല്ലേ, എന്താണ്? പരോപകാര വസ്തുക്കൾ, പരോപകാര സാധനങ്ങൾ. ഇപ്പോൾ അയൽവാസികൾ സാധാരണ അന്യോന്യം അങ്ങോട്ടും ഇങ്ങോട്ടും അല്ലേ വാങ്ങുകയും കൊടുക്കുകയൊക്കെ ചെയ്യുന്ന ചെറിയ തരം ഉപകരണങ്ങളെയാണ് എന്ത് പറയുന്നത്? മാഊൻ എന്ന് പറയുന്നത്. ഉദാഹരണത്തിന് പിന്നെ വെള്ളം കോരുന്ന അല്ലേ കൊട്ടക്കോരി എന്ന് പറയുന്ന സാധനം, അല്ലെങ്കിൽ മഴു, അല്ലെങ്കിൽ ഏണി, അല്ലെങ്കിൽ തരിപ്പ, വലുത് അല്ലെങ്കിൽ ഇത്ര ഒരുപാട് വലുതല്ല, എല്ലാ സാധനങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ സാധാരണ വാങ്ങുകയും കൊടുക്കുകയൊക്കെ ചെയ്യുന്ന സാധനങ്ങൾ. ചിലരെന്ത് ചെയ്യില്ല, അത് കൊടുക്കൂല. അത് കൊടുക്കാതിരിക്കലാണ് ഇവിടെ എന്ത് പറയുന്നത്? തടയുക. വയംനഊന, അവർ മുടക്കുക എന്ന് പറഞ്ഞാൽ അവർ കൊടുക്കൂല. അൽ മാഊൻ, പരോപകാര വസ്തുക്കളെ. അപ്പോൾ നമ്മളിത് കൊടുക്കുന്നത് എന്തിനാണ്? നമ്മൾ ചെയ്യുന്നത് ഉപകാരം ചെയ്യുന്ന ആളുകൾക്ക് ഉപകാരം ചെയ്യുന്നത് എന്തിനാണ് അല്ലേ? അള്ളാഹുവിൻ്റെ പ്രീതി ആഗ്രഹിച്ചു കൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ആൾക്കാർക്ക് കൊടുക്കുന്നത്. അപ്പം പ്രതിഫല ദിനത്തിന് വിശ്വാസമില്ലാത്ത ആൾക്കാർക്ക് എന്ത് ചെയ്യുക? അവർക്ക് ഇഷ്ടമുണ്ടെങ്കിൽ അവർ കൊടുക്കും, ഇല്ലെങ്കിൽ അവർ കൊടുക്കില്ല അല്ലേ? ആരെയും പേടിച്ചിട്ടൊന്നും അവർ കൊടുക്കാണ്ടിരിക്കുക. നമ്മൾ കൊടുക്കുന്നത് എങ്ങനെയാണ്? അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അല്ലേ നമ്മളോട് ചോദ്യം ചെയ്യും എന്നുള്ള ഒരു ഭയത്താലാണ് എന്ത് ചെയ്യുന്നത്? വിശ്വാസികൾ ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ വിശ്വാസികൾ ആണെങ്കിൽ അല്ലേ അയൽവാസികൾക്ക് വിശ്വാസികളെ കൊണ്ട് എന്താണ്? വളരെ ഉപകാരമായിരിക്കും അല്ലേ, നല്ല ഉപകാരം ഉണ്ടാവും. ഓക്കെ, അതാണ് ഈ യംനഊനൽ മാഊൻ എന്ന് പറയുന്നത്. പിന്നെ അപ്പോൾ ഇവിടെ ചുരുക്കി പറഞ്ഞപ്പോൾ നമ്മൾ കുറേ കാര്യങ്ങൾ പഠിച്ചല്ലോ അല്ലേ? മതത്തെ കളവാക്കുന്നവരുടെ സ്വഭാവങ്ങളായിട്ട് നമ്മൾ കുറേ കാര്യങ്ങൾ പഠിച്ച്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്നാമത്തെ എന്താണ്? അനാഥ കുട്ടികളോടുള്ള പെരുമാറ്റം തന്നെയാണ് അല്ലേ?
ഒന്ന് അനാഥകളോടുള്ള അനാഥ കുട്ടികളോടുള്ള പെരുമാറ്റം, നിർദ്ദയമായും പരുഷമായും പെരുമാറുക. രണ്ടാമത്തെ സ്വഭാവം എന്താണ്? പാവപ്പെട്ടവർക്ക് ഭക്ഷണം നൽകുന്ന വിഷയത്തിൽ പ്രോത്സാഹനം നൽകാതിരിക്കുക. രണ്ടാമത്തത് പാവപ്പെട്ടവർക്ക് ഭക്ഷണം നൽകുന്ന കാര്യത്തിൽ പ്രോത്സാഹനം നൽകാതിരിക്കുക. മൂന്നാമത്തത് എന്താണ്? നമസ്കാരത്തെക്കുറിച്ച് ശ്രദ്ധയില്ലാതിരിക്കുക. നാലാമത്തത് എന്താണ്? അയൽവാസികൾ തമ്മിൽ പരസ്പരം കൈമാറാറുള്ള ചെറിയ തരം പരോപകാര സാധനങ്ങൾ എന്ത് ചെയ്യുക? വസ്തുക്കളെ വിട്ടുകൊടുക്കാണ്ടിരിക്കുക. ഇതെല്ലാമാണ് ആരുടെ ലക്ഷണങ്ങൾ? മതത്തെ കളവാക്കുന്നവരുടെ ലക്ഷണങ്ങൾ. മതത്തെ കളവാക്കുന്ന ആളുകളുടെ ലക്ഷണങ്ങളാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പറഞ്ഞു തരാണ്. ഈ കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഇത് നമുക്ക് പറഞ്ഞു തരുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മളിൽ ഈ ലക്ഷണങ്ങളൊന്നും ഇല്ലാതിരിക്കാൻ, നമ്മൾ ഈ കാര്യത്തെപ്പറ്റി പ്രത്യേകം നമ്മൾ ശ്രദ്ധിച്ച് ഇതിനനുസരിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പറഞ്ഞു തരുന്നതിനനുസരിച്ച് നമ്മൾ നിന്നില്ലെങ്കിൽ എന്ത് ചെയ്യും? നമുക്ക് നാളെ ശിക്ഷ കിട്ടും, അല്ലെങ്കിൽ നമ്മൾ പണിഷബിളായിരിക്കും, അല്ലെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ ആ ഗ്രൂപ്പിൽ നമ്മൾ പെട്ടുപോകും. അപ്പോൾ ഇതിൽ 2 തരം കാര്യങ്ങളുണ്ട്. ഒന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആലയോടുള്ള ബാധ്യത ഉണ്ട് നമുക്ക്, അല്ലാഹു സുബ്ഹാനഹു വ തആലയോടുള്ള ബാധ്യത. അതേപോലെ തന്നെ നഷ്ടം ബാധിക്കാത്ത വിധത്തിൽ നിത്യോപയോഗ വസ്തുക്കളെ കൊണ്ട് ജനങ്ങൾക്ക് സഹകരണം ചെയ്യുക. ജനങ്ങളോടുള്ള ബാധ്യതയും അല്ലാഹു സുബ്ഹാനഹു വ തആലയോടുള്ള ബാധ്യത, 2 കാര്യങ്ങൾ ഇതിൽ പറയുന്നുണ്ട്. അപ്പോൾ ആരാധന കാര്യങ്ങളാണ് ആർക്ക് നൽകേണ്ടത്? നമസ്കാരവും ആണ് എന്ത് ചെയ്യേണ്ടത്? അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് നൽകേണ്ടത് നമസ്കാരമാണ്, ആരാധനാ കാര്യം. ജനങ്ങൾക്ക് നൽകുന്നത് ഇതിൽ സക്കാത്തും പെട്ടിട്ടുണ്ടാവുമെന്നാണ് ചില പണ്ഡിതന്മാരുടെ അഭിപ്രായം. സക്കാത്തും അതേപോലെ തന്നെ പരോപകാര സാധനങ്ങളും, ഏതായാലും ജനങ്ങളോടുള്ള ബാധ്യത, ഇതെല്ലാം ഈ ഒരു പ്രവൃത്തികളെല്ലാം ചെയ്യുന്നത് എന്തിനു വേണ്ടിയായിരിക്കണം? അള്ളാഹുവിൻ്റെ തൃപ്തിക്കായിരിക്കണം. നമുക്ക് പേരും കീർത്തിയും പ്രശസ്തിയൊക്കെ കിട്ടാൻ വേണ്ടി ചിലർ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടാവും, ചിലർ നല്ല കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടാവും. പക്ഷേ അത് എന്തിനായിരിക്കും? ഒന്നുകിൽ അവർക്ക് പേര് കിട്ടേണ്ടി വരും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ലക്ഷ്യം ഉണ്ടാകും, സ്ഥാനമാനങ്ങളോ എന്തെങ്കിലും ലക്ഷ്യങ്ങൾ വേറെ ഉണ്ടെങ്കിൽ അതൊന്നും എന്തില്ല, അല്ലാഹു സുബ്ഹാനഹു വ തആല അതൊന്നും സ്വീകരിക്കില്ല. അള്ളാഹുവിൻ്റെ തൃപ്തിക്ക് വേണ്ടി മാത്രമേ എന്ത് ചെയ്യാൻ പാടുള്ളൂ, നമ്മൾ ഇത്തരം കർമ്മങ്ങളൊക്കെ ചെയ്യുന്നാലേ നമുക്ക് പ്രതിഫലം കിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ അതാണ് ഈ ഒരു ആയയിൽ നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട അയൽവാസികളോടും ഒക്കെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളെ പറ്റിയാണ്. അതുപോലെ തന്നെ നമ്മുടെ നിത്യജീവിതത്തിൽ നമ്മുടെ ഇബാദത്തിന് കൊടുക്കേണ്ട ഒരു പ്രാധാന്യത്തെ പറ്റിയൊക്കെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഒരു സൂറയിലൂടെ നമുക്ക് പറഞ്ഞു തന്നത്. അപ്പോൾ നമ്മൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നവരുടെ കൂട്ടത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ഉൾപ്പെടുത്തട്ടെ. ആമീൻ 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 ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. നമുക്ക് ഇതിൻ്റെ തജ്വീദിൻ്റെ നിയമങ്ങൾ നോക്കാം. ഇവിടെ ഈ ഒരു ഫസ്റ്റ് ആയയിൽ നിർത്തുന്നിടത്ത് മാത്രമേ ഉള്ളൂ തജ്വീദിൻ്റെ നിയമം. ബിദ്ദീൻ എന്ന് പറഞ്ഞത് ബിദ്ദീനി എന്നാണ്, ബി വന്നതിനുകൊണ്ടാണ് ദീനി വന്നത്, ബിദ്ദീൻ. അപ്പോൾ നമുക്ക് അവിടെ ഫുൾ സ്റ്റോപ്പ് ഇടുന്ന സമയത്ത് സുക്കൂനിട്ടിട്ടാണ് ഫുൾ സ്റ്റോപ്പ് ഇടുക, ബിദ്ദീൻ. അപ്പോൾ സുക്കൂനിട്ട് ഫുൾ സ്റ്റോപ്പ് ഇടുന്നതിൻ്റെ മുന്നിൽ ഒരു മദ് വന്നിട്ട് യാ മദ് വന്നിട്ടുണ്ട് യാ മദ് ഉണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, വേണമെങ്കിൽ ഇവിടെ 2 കൗണ്ടോ 4 കൗണ്ടോ 6 കൗണ്ടോ നീട്ടിയിട്ട് നിർത്താം. ഓക്കെ, ദാലിനെ നീട്ടാം. ബിദ്ദീൻ അങ്ങനെ 4 2 4 6 കൗണ്ട് നീട്ടിയിട്ട് നമുക്കവിടെ ഫുൾ സ്റ്റോപ്പ് ഇടാം. ഇവന് പറയുന്നത് മദ്ദുൽ ആരിദ്. ഓക്കെ, ഇനി അടുത്തത് ഫദാലിക്കല്ലദീ യദ്ഉൽ യതീം. എവിടെയും മീമിന് സുക്കൂനിട്ടിട്ടാണ് നിർത്തുന്നത്, തൊട്ട് മുന്നിലൊരു മദ്ദുണ്ട്. അപ്പോൾ അതെന്ത് ചെയ്യുക, ഈ പറഞ്ഞ പോലെ സുക്കൂനിട്ടിട്ടാണ് നിർത്തുക, ഫതഹ ആയതുകൊണ്ട് സുക്കൂനിട്ടിട്ടാണ് നിർത്തുന്നത്. അപ്പോൾ 2 4 or 6
ഏതെങ്കിലും ഒരു രീതിയിൽ നമ്മൾ നിർത്തുക. ഇപ്പോൾ ഒരു ആയയിൽ നമ്മൾ നിർത്തുന്ന അതേ അളവിലായിരിക്കും നമ്മൾ എല്ലാ ആയയും നിർത്തുന്നത്. ഒരായ നമ്മൾ 2, മറ്റേത് 4, മറ്റേത് 6 അങ്ങനെ നമുക്ക് നിർത്താൻ പാടില്ല. 1, 2 ആണെങ്കിൽ എല്ലാത്തിലും നമ്മൾ 2 കൗണ്ട് നീട്ടിയിട്ട് നിർത്തുക. ഇവിടെ ഈ യദുഉ ഇല്ലേ, യദുഉ എന്നുള്ളത് ഫിഅൽ മുളാരിയാണ്, അല്ലെങ്കിൽ ഭാവികാല അല്ലേ, പ്രസൻറ്റ് ഓർ ഫ്യൂച്ചർ ടെൻസാണ് യദുഉ. ഓക്കെ, അതൊരു ഫിഅലാണ് അല്ലെങ്കിൽ ഒരു ക്രിയയാണ്. ആ ക്രിയയുടെ പ്രവൃത്തി ഇവിടെയാണ് കൊള്ളുക. ഓക്കെ, ഒരു ക്രിയയുടെ പ്രവൃത്തി ഏതിലാണോ സംഭവിക്കുന്നത് അതിനെ നമ്മൾ മഫ്ഊലും ബിഹി എന്ന് പറയും. മഫ്ഊലും ബിഹി അല്ലെങ്കിൽ എന്താണ് ഓബ്ജക്റ്റ് എന്ന് പറയും, ഓബ്ജക്റ്റ്. അപ്പോൾ ഇവിടെ അതുകൊണ്ടാണ് ഇവിടെ യതീമ വന്നത്. ഈ മഫ്ഊലും ബിഹിക്ക് എപ്പോഴും ഫതഹയിലാണ്, നസ്ബാണ് ഉണ്ടാകുക. ചില കേസിൽ നസ്ബ് എന്ന് പറയുന്നത് ഫതഹയിലായിരിക്കണമെന്നില്ല. പക്ഷേ ഈ ഒരു കേസിൽ ഫതഹയാണ് നസ്ബിന് കാണിക്കുന്നത്. യദുഉൽ യതീം. ഓക്കെ, ഇനി അടുത്തത് എന്താണ്? വലാ യഹുദ്ദു അലാ ത്വആമിൽ മിസ്കീൻ. ഇവിടെ ഫുഡ് സ്റ്റോപ്പ് ഇടുന്നിടത്ത് മാത്രമേ ഉള്ളൂ, വേറെ ഇതൊന്നുമില്ല, വേറെ നിയമങ്ങളൊന്നും ഇതിലില്ല അല്ലേ. വലാ ത്വആമിൽ മിസ്കീൻ. ത്വആമിൽ മിസ്കീൻ എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ടായിരുന്നു, മിസ്കീനിൻ്റെ ഭക്ഷണം. ഇതിങ്ങോട്ട് ഇളാഫാന്ന് പറയും. മുലാഫിൻ ഇലൈഹി എന്നതിന് പറയും, ഈ ഒരു കോമ്പിനേഷന്. ത്വആമുൽ മിസ്കീനാണ്. ഇവിടെ അല വന്നത് കൊണ്ട് അല ഒരു നീസ്മിൻ്റെ പിറകിൽ വരുന്ന സമയത്ത് അതിനെ ജർറ് ചെയ്യൽ, കെസ്ര കൊടുക്കുക അതിന്. അതുകൊണ്ടാണ് ഇവിടെ ത്വആമി വന്നത്, ത്വആമിൽ മിസ്കീൻ. ഫവൈലുല്ലിൽ. അപ്പോൾ ഇവിടെ ഉണ്ട് അല്ലേ, ഇവിടെ തജ്വീദിൻ്റെ ഒരു നിയമമുള്ളത് എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഇതുണ്ട്, റമ തൻവീനുണ്ട്. ഇപ്പോൾ സാക്കിനാനൂനോ തൻവീനോ എവിടെ കണ്ടാലും അവിടെ എന്തുണ്ടാവും, തജ്വീദിൻ്റെ ഒരു നിയമം ഉണ്ടാവും. അപ്പോൾ ഇവിടെ നമ്മൾ തൻവീന് ലമ്മ തൻവീനാണ് എന്ന് പറഞ്ഞാൽ ലമ്മ പ്ലസ് നൂൻ സുക്കൂൻ, അതാണ് ലമ്മ തൻവീന്. അപ്പോൾ ഈ നൂനിനെ ഇങ്ങോട്ട് കൊണ്ടുവരും, ലാമിലോട്ട് കൊണ്ടുവരും. ഒരു ലമ്മ അവിടെ വെക്കും. ഓക്കെ, ഒരു ലമ്മയെ അവിടെ വെക്കും, ബാക്കിയുള്ള നൂനിനെ അങ്ങോട്ട് കൊണ്ടുവരും, ലാമിലോട്ട് കൊണ്ടുവരും. അതുകൊണ്ടാണ് ഈ ലാമിന് ശ്രദ്ധ വന്നത്. അപ്പോൾ നമ്മൾ പ്രൊനൗൺസ് ചെയ്യുമ്പോൾ ലൂ എന്ന് പറഞ്ഞിട്ട് ലാമിനെ, കെസ്റുള്ള ലാമിനെ പറഞ്ഞാൽ മതി. അപ്പം ഫവൈലുല്ലി. ഓക്കെ, ഫവൈലുല്ലി അങ്ങനെയാണ് അതിന് പറയുക. നമ്മൾ നൂനിൻ്റെ സൗണ്ട് എവിടെ നമ്മൾ കാണിക്കാൻ പാടില്ല. ഫവൈലുല്ലിൽ മുസല്ലീൻ. ഇവിടെ ഫുൾ സ്റ്റോപ്പ് ഇടുന്ന സമയത്ത് എന്താണ്, നൂനിന് ഫത്തയാണ്. ഇപ്പോൾ നൂനിന് സുക്കൂനിട്ട് ഫുൾ സ്റ്റോപ്പ് ഇടുക. തൊട്ട് പിറകിൽ 2, 4, 6 കൗണ്ട് ഏതെങ്കിലും ഒരു കൗണ്ട് നീട്ടിയിട്ട് തൊട്ട് മുന്നിൽ നമ്മൾ ചെയ്തത് എന്താണോ അതിനനുസരിച്ച് നമ്മളിവിടെ ചെയ്യുക. ഫവൈനഹും. ഇവിടെ നൂനിന് സാക്കിന, നൂനിന് ശേഷം സ്വാദാണ് വന്നത്. അപ്പം നൂനിന് ശേഷം സ്വാദ് വന്നാൽ ഇഖ്ഫ ആണ്. ഇഖ്ഫ എന്ന് പറഞ്ഞാൽ നൂനിൻ്റെ സൗണ്ടിനെ മറിച്ച് വെച്ചിട്ട് മണിക്കുക. അപ്പോൾ സ്വലാത്തിഹിം, സ്വലാത്തി. ഇവിടെ സ്വാദ് ഹെവി ലെറ്റർ ആയതുകൊണ്ട് ഇവിടെ ഇഖ്ഫാവും ഹെവി ആയിരിക്കും, ഹെവി ഇഖ്ഫ ആയിരിക്കും, ഭാരം കൂടുതലുള്ള ഇഖ്ഫ ആയിരിക്കും. അപ്പം സ്വലാത്തിഹിം സഹൂൻ. ഇവിടെ വാമദ്ദാണുള്ളത്. നൂനിന് സുക്കൂനിട്ടിട്ട് ഫുൾ സ്റ്റോപ്പ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യുക, 2, 4 or 6 ഏതെങ്കിലും ഒരു കൗണ്ട് നീട്ടിയിട്ട് പാരായണം ചെയ്യുക, സഹൂൻ. അപ്പോൾ ഇവിടെ അല്ലദീന, ഈ അല്ലദീന സ്റ്റാർട്ട് ചെയ്യുന്നത് ഹംസത്തുൽ വസ്ൽ കൊണ്ടാണ്. അപ്പോൾ ഹംസത്തുൽ വസ്ൽ കൊണ്ടൊരു വാക്ക് തുടങ്ങുന്ന സമയത്ത് ഹംസത്തുൽ വസ്ലിന് നമ്മൾ ഹർക്ക കൊടുക്കണം. ഹർക്ക കൊടുത്തിട്ട് അതിനെ നമ്മൾ ഉച്ചരിക്കണം. അപ്പോൾ ഇവിടെ ഹംസത്തുൽ വസ്ലിന് ശേഷം, ഹംസത്തുൽ വസ്ൽ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കേട്ടിട്ടുണ്ടാവും, ഹംസയുടെ ഒരു അലിഫിൻ്റെ മുകളിൽ ഹംസയുടെ ചിഹ്നം, അല്ല സ്വാദിൻ്റെ ചിഹ്നം, അലിഫിൻ്റെ മുകളിൽ സ്വാദിൻ്റെ ചിഹ്നം ഉള്ളതിനാണ് എന്ത് പറയുന്നത്, ഹംസത്തുൽ വസ്ൽ എന്ന് പറയുന്നത്.
ഹംസൽ വസ്ൽ വാക്കുകൾക്കിടയിലാകുന്ന കുറേ സ്ഥലത്ത് എല്ലാ സ്ഥലത്തും ഉണ്ടാകും, കുറേ സ്ഥലത്തുണ്ട്. അതൊന്നും നമ്മൾ വാക്കുകൾക്കിടയിലാണെങ്കിൽ നമ്മളതിനെ പ്രൊനൗൺസ് ചെയ്യൂല. പക്ഷേ ഒരു വാക്ക് കൊണ്ട് ഹംസത്തുൽ വസ്ൽ കൊണ്ട് ഒരു വാക്ക് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ നമ്മളതിനെ ഉച്ചരിക്കണം. അപ്പോൾ അതേ എല്ലാ സമയത്തും ഈ ഒരു കോലത്തിലാണ് ഉണ്ടാകുക, ഈ ഒരു രൂപത്തിലാണ് ഉണ്ടാവുള്ളൂ. അതിന് വേറെ ഫത്തഹ കെസ്റ ലമ്മ ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ അതായി നമ്മളായിട്ട് കൊടുക്കുക ചെയ്യുക. അപ്പോൾ അവിടെ ഹംസത്തുൽ വസ്ലിന് ശേഷം ലാം സുക്കൂനാണെങ്കിൽ അതിന് ഫത്തഹയാണ് അതിൻ്റെ ഹർക്ക. ഹംസത്തുൽ വസ്ലിന് ശേഷം ലാം സുക്കൂൻ എന്ന് പറഞ്ഞാൽ രണ്ട് തരത്തിലുണ്ടാവും. ഒന്ന് സുക്കൂൻ ഉള്ളതുണ്ടാവും, അല്ലെങ്കിൽ സുക്കൂൻ ഇല്ലാത്തതുണ്ടാവും. ഓക്കെ, ചില സ്ഥലത്ത് ചില അക്ഷരങ്ങളുടെ മുന്നിൽ സുക്കൂനുള്ള ലാമായിരിക്കും ഉണ്ടാകുക, സുക്കൂനുള്ള ലാമായിരിക്കും ഉണ്ടാകുക. ചില അക്ഷരങ്ങളുടെ മുന്നിൽ അല്ലേ സുക്കൂനില്ലാത്ത, സുക്കൂനിൻ്റെ ചിഹ്നം ഉള്ളതുണ്ടാവും, സുക്കൂനിൻ്റെ ചിഹ്നം ഇല്ലാത്തതും ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഏത് കേസായാലും ഈ ലാമിനെ കണ്ടു കഴിഞ്ഞാൽ ഇവിടെ എന്ത് ചെയ്യുക, ഫത്തഹയാണ് ഹംസത്തുൽ വസ്ൽ നമ്മൾ കൊടുക്കേണ്ടത്. അപ്പോൾ അല്ലദീന, അതുകൊണ്ടാണ് അവിടെ അല്ലദീന. ഇപ്പോൾ നമ്മളെ ഫാത്തിഹയിലൊക്കെ ഒരുപാട് സ്ഥലത്തുണ്ട്. ഓക്കെ, ഫാത്തിഹ തുടങ്ങുന്നത് തന്നെ എന്ത് ഹംസത്തുൽ വസ്ൽ കൊണ്ടല്ലേ, അൽഹംദു അല്ലേ. അപ്പോൾ നമ്മളവിടെ നമ്മൾ പാരായണം ചെയ്തുള്ള പ്രാക്ടീസ് കൊണ്ട് നമ്മളവിടെ എന്ത് ഹംസത്തുൽ വസ്ലിനെ ഫത്തഹ കൊടുക്കുന്നു. അവിടെ നിങ്ങൾ സൂക്ഷിച്ച് നോക്കിയാൽ ഞങ്ങൾക്ക് കാണാൻ പറ്റും, അവിടെ ഹംസയല്ല, അവിടെ എന്തല്ല രണ്ട് തരം ഹംസ ഉണ്ട്. ഇങ്ങനെ ഒരു ഹംസ ഉണ്ട്, ഇതിനെ നമ്മൾ എല്ലാ സ്ഥലത്തും പ്രൊനൗൺസ് ചെയ്യും. ഇതും ചിലപ്പം അലിഫിൻ്റെ മുകളിലുണ്ടാവും, ചിലപ്പോൾ വാവിൻ്റെ മുകളിലുണ്ടാവും, ചിലപ്പോൾ യാൻ്റെ മുകളിലുണ്ടാവും, ഒക്കെ ഉണ്ടാവും. ഇതിനെ നമ്മൾ ഏറെ കണ്ടാൽ നമ്മൾ പ്രൊനൗൺസ് ചെയ്യും ഈ ഹംസയെ. പക്ഷേ ഇത് ഹംസത്തുൽ വസ്ലിനെ നമ്മൾ വാക്കുകൾക്കിടയിൽ പ്രൊനൗൺസ് ചെയ്യില്ല. അക്കാര്യത്തെ പറ്റിയാട്ടോ നമ്മൾ പറഞ്ഞത്. ഓക്കെ, അല്ലദീനഹും ഇവിടെ യുറാഊൻ, റോ ഹെവിയാണ്, റോ. പിന്നെ അവിടെ റാക്ക് ഒരു അലിഫ് മദ് ഉണ്ട്, അതിന് ശേഷം എന്തുണ്ട്, ഹംസയുണ്ട്. ഈ അലിഫ് മദിൻ്റെ മുകളിൽ എന്തുണ്ട്, ഒരു അസാധാരണ മദിൻ്റെ ചിഹ്നമുണ്ട്. അവിടെ നമ്മൾ 4 കൗണ്ട് നിർബന്ധമായിട്ട് നീട്ടിയിട്ടാണ് ഇതിനെ പ്രൊനൗൺസ്. ഒരു വാക്കിലാണ് ഇത് കിടക്കുന്നത്, ഹും അല്ലേ, ഹും യുറാഊൻ. ഓക്കെ, ഇനി അടുത്ത് വയംനഊനൽ മാഊൻ. ഇവിടെ നമ്മൾ കൂടുതൽ നീട്ടാനൊന്നും പാടില്ല, 2 കൗണ്ടേ നീട്ടാം. മാഊൻ 2 കൗണ്ട് മാത്രമേ നീട്ടാൻ പാടുള്ളൂ. വയംനഊനൽ മാഊൻ. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ സൂറ എന്ത് ചെയ്യുക, നമ്മുടെ ജീവിതമായിട്ട് ഏറ്റവും ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു സൂറയാണ്. എല്ലാ സൂറകളും തന്നെ അല്ലേ, എല്ലാ സൂറയിലും നമുക്ക് പാഠങ്ങളുണ്ട് അല്ലേ. നമുക്ക് അല്ലേ നമ്മൾ ജീവിക്കുന്ന നമുക്കുള്ള മെസ്സേജാണ് എന്ത്, വിശുദ്ധ ഖുർആൻ എന്ന് പറഞ്ഞാൽ നമുക്കുള്ള മെസ്സേജാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എങ്ങനെയാണ് ജീവിക്കേണ്ടത് എന്നുള്ളതിനെ പറ്റിയുള്ള മെസ്സേജാണ് ഇതിൽ തരുന്നത്. അപ്പോൾ ഇതിൽ പറയുന്നതിനനുസരിച്ച് ജീവിച്ച് കഴിഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് നമ്മൾ നന്നായതിനുണ്ടോ യാതൊരു കാര്യവുമില്ല അല്ലേ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ സൃഷ്ടിച്ചത് അല്ലാഹു ആണ്. അതുകൊണ്ട് നമ്മളുടെ നന്മക്ക്, ഈ ദുനിയാവിലുള്ള ജീവിതത്തിലുള്ള നന്മക്കും പരലോകത്തിലുള്ള നന്മക്ക് വേണ്ടിയിട്ടാണ് നമുക്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്നത്. അപ്പോൾ ആ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം. നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരു ഇബാദത്ത് ചെയ്യുക അല്ലെങ്കിൽ ഒരു നന്മ ചെയ്യുകയൊക്കെ ചെയ്താൽ അത് ആർക്ക് വേണ്ടി തന്നെയാണ്, നമ്മളെ നഫ്സിന് വേണ്ടിയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് നമ്മളെല്ലാവരും കൂടി നിഷേധിച്ചാലും അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ സ്ഥാനത്തിനോ അല്ലേ പിന്നെ ദാത്തിനോ അല്ലെങ്കിൽ സിഫാത്തിനൊന്നും യാതൊരു കോട്ടവും തട്ടൂല. അപ്പോൾ ഈ ഒരു കാര്യങ്ങളൊക്കെ നമുക്ക് പറഞ്ഞു തരുന്നത് നമ്മളെ നന്മക്ക് വേണ്ടിയാണ്. അപ്പോൾ നമുക്ക് നന്മ വേണോ നമ്മളതനുസരിച്ച് ജീവിക്കുക. നമ്മളതനുസരിച്ചിട്ടില്ലെങ്കിൽ നമുക്ക് എവിടെയൊക്കെ ഭൂമിയിലുള്ള ജീവിതവും പ്രയാസം ഉണ്ടാക്കും, അതുപോലെ തന്നെ പരലോകത്ത് ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് അല്ലേ പരലോകത്തിൽ വിശ്വസിക്കുന്ന ആളുകളാണെങ്കിൽ അവിടെ എല്ലാ പ്രവർത്തനങ്ങൾക്കും ഏത് ചെറിയതിനും വലുതിനും അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രതിഫലം തരും. നന്മയാണെങ്കിൽ അത്, തിന്മയാണെങ്കിൽ അത്. അപ്പോൾ നമ്മളെന്ത് ചെയ്യുക, ഈ പറയുന്ന അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലൂടെ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യാൻ പറയുന്നത് നമ്മൾ നോക്കി മനസ്സിലാക്കുക, പഠിച്ച് മനസ്സിലാക്കിക്കൊണ്ടേയിരിക്കുക.
എന്നിട്ട് അതിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ ജീവിതത്തെ മാറ്റിക്കൊണ്ടേയിരിക്കുക, മാറ്റം വരുത്തിക്കൊണ്ടേയിരിക്കുക. ഓക്കെ ഓക്കെ അപ്പോൾ നമുക്ക് അവസാനിപ്പിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവർക്കും അതിനുള്ളൊരു സൗഭാഗ്യം നൽകട്ടെ. ആമീൻ 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 ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക നശ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത വനസ്തഗ്ഫിറുക വനതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.